माता जय जय भारत माता केंद्रम वाडम यूपीए केंद्रम वाडम यूपीए ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് അവസാനമായിട്ട് ഗവൺമെന്റ് ജനങ്ങളെ സുഖമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്നുള്ള വ്രതമെടുത്തതുപോലെയാണ്. ജനദ്രോഹ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇഷ്ടം പോലെ പെട്രോളിയം കമ്പനികൾക്ക് വില വർദ്ധിപ്പിക്കാൻ, അവരുടെ തോന്നും പോലെ വില വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുള്ള UPA സർക്കാർ, മൻമോഹൻ സർക്കാർ, സ്വാഭാവികമായും രാജ്യത്തെ കോടാനുകോടി വരുന്ന ജനങ്ങളെ അവരോട് വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം അത് രാജ്യത്തുണ്ട്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയടക്കം മുഴുവൻ സാധനങ്ങളുടെയും വില കയറ്റം. ഇനിയിപ്പോൾ ഡീസലിൻ്റെ വില വർദ്ധിച്ചതോടുകൂടി സ്വാഭാവികമായും നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. 5 രൂപയാണിപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള വില വർധനവ്. ശരിക്ക് മൊത്തത്തിൽ നോക്കിയാൽ 6 രൂപ 27 പൈസ ആ രീതിയിലാണ് വർധനവുണ്ടായിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഭവപ്പെടുന്നത് 6 രൂപ 27 പൈസ എന്നുള്ള രീതിയിൽ വില വർധനവ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മൻമോഹൻ സിംഗ് സർക്കാർ അടിയന്തരമായും രാജിവെച്ച് പുറത്തു പോകണം. ജനങ്ങളെ ദ്രോഹിക്കുന്ന, ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ഗവൺമെന്റ്, ഇവിടെ ജനദ്രോഹ നയങ്ങൾ മാത്രം മുഖമുദ്രയാക്കി വെച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നത് ശരിയല്ല. ആ ഗവൺമെന്റിനെ അടിയന്തരമായും പുറത്താക്കുന്നതിന് വേണ്ടി, രാജിവെച്ച് പോകുന്നില്ലെങ്കിൽ പുറത്താക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പ് രാജ്യത്ത് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യമെങ്ങും വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. ബംഗാളിലെ മമതയായാലും അതുപോലെ ഇടതുപക്ഷമായാലും മറ്റേത് പ്രാദേശിക കക്ഷികളായാലും മുഴുവൻ കക്ഷികളും ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, ഈ വിലക്കയറ്റത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള സാഹചര്യമാണ്. പല പ്രഖ്യാപനങ്ങളും ഗവൺമെൻറ് മൻമോഹൻ സിംഗ് നടത്തുന്നുണ്ട്. പക്ഷെ ജനവിരുദ്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് മുഴുവൻ. മാഫിയയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റുകൾക്ക് വേണ്ടിയിട്ട് അഴിമതി ഉണ്ടാക്കാനുള്ള ഒരു സന്ദർഭം അവർക്കൊക്കെ ഒരുക്കിക്കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് മൻമോഹൻ സിംഗിന്റെ UPA സർക്കാർ എന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ചുരുക്കി പറയാൻ നമുക്ക് സാധിക്കും.